ലളിതാ സഹസ്രനാമ സ്തോത്രത്തില് ഭഗവതിയുടെ പല്ലുകളെ കുറിച്ചിട്ടാണ് അടുത്ത നാമം വർണ്ണിക്കുന്നത്. അതിങ്ങനെയാണ്: ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജ പങ്ക്തിദ്വയോജ്വല. ഭഗവതി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. എപ്പോഴും മന്ദസ്മിതമായിട്ടുള്ള പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ ഭഗവതി കാണാൻ പറ്റുള്ളൂ. ആ പല്ലുകൾ എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? 16 താഴെയും 16 മുകളിലും മൊത്തം 32 പല്ലുകള് 32 മന്ത്രങ്ങളാണെന്ന് പറയാം. ദേവിയുടെ മഹത്തായ 2 മന്ത്രങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ പറയുമ്പോൾ മഹത്തായ 2 മന്ത്രങ്ങൾ ഒന്ന് 2 വിദ്യകളിലാണ്. ഒന്ന് കാതിവിദ്യയും ഒന്ന് ഹാദിവിദ്യയും. അതിൽ 16 അക്ഷരമുള്ള കാതിവിദ്യയും 16 അക്ഷരമുള്ള ഹാദിവിദ്യയും, അങ്ങനെ 32. ഇതാണ് ഭഗവതിയുടെ ഏറ്റവും മഹത്തായ 2 മന്ത്രങ്ങൾ. അത് ശ്രീവിദ്യാ മന്ത്രമാണ്. ആ ശ്രീവിദ്യാ മന്ത്രത്തിലേക്ക് നമ്മൾ എത്തി മോക്ഷത്തിലേക്ക് ഭഗവതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ശ്രീവിദ്യയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് ജന്മസിദ്ധമായിട്ട് എന്താ പറയുക, പൂർവ്വജന്മ സുഹൃതം എന്ന് പറയാം. എന്നാൽ മാത്രമേ ശ്രീവിദ്യയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്.